An oil immersed multi-disc clutch with molded asbestos on one side and steel disc on another side. The torque transmitted by the clutch is 75 Newton meter. The coefficient of friction is 0.1. The permissible intensity of pressure is 500 kilopascal. The outer diameter of the friction lining is kept as 100 mm due to space limitation. Assume uniform wear theory. Calculate the inside diameter of the disc, the required number of disc and clamping force. Required number of disc എന്ന് പറയുമ്പോൾ എന്താ വേണ്ടത് N1 plus N2 അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. N1 plus N2 equal to N dash plus 1. Okay. N dash is equal to N1 plus N2 minus 1. So N1 plus N2 is equal to N dash plus 1. So N1 plus N2 നമ്മൾ കാണണം. പിന്നെ clamping force. So given that our torque is equal to 75 into 10 raised to 3 Newton millimeter, mu is equal to 0.1, maximum pressure is given, that is the permissible intensity of pressure 500 kilopascal is equal to 0.5 Newton per mm square. Outside diameter D naught is equal to D1 equal to 100 mm. Here N dash is not given. അപ്പോൾ യൂണിഫോം തിയറി പ്രകാരം ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം π/8 അല്ലേ. അതേമാതിരി π/8 ഇൻറ്റു ഡാറ്റ ബുക്ക് പേജ് നമ്പർ 259. ഡാറ്റ ബുക്ക് പേജ് നമ്പർ 259 നമുക്ക് കാണാൻ പറ്റും. π/8 ഇൻറ്റു മ്യൂ ഇൻറ്റു എൻ ഡാഷ് ഇൻറ്റു പി മാക്സ് ഇൻറ്റു ഡി ഐ ഇൻറ്റു ഡി സ്ക്വയർ മൈനസ് ഡി ഐ സ്ക്വയർ, ഡി നോട്ട് സ്ക്വയർ മൈനസ് ഡി ഐ സ്ക്വയർ. ഡാറ്റ ബുക്ക് പേജ് നമ്പർ 259 13.9 Equation. ഓക്കെ. അപ്പോൾ ഇവിടെ ടോർക്ക് അറിയാം, π/8 കോൺസ്റ്റന്റ്, മ്യൂ അറിയാം, എൻ ഡാഷ് അറിയില്ല, പി മാക്സ് അറിയാം, ഡി ഐ അറിയില്ല. So here we have two unknown, but we have only one equation. So we cannot solve these equations. Okay, here we have two unknown, but we have only one equations. So we cannot solve these equations. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് വേറൊരു കാര്യം കൂടിയുണ്ട്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് we know that in order to transmit maximum torque transmission, there is a relation. In order to transmit maximum torque, there is a relation, that is di divided by d naught നിയർലി ഈക്വൽ ടു 0.577. ഓക്കെ. അപ്പോൾ ആ ഒരു ഇക്വേഷൻ കൂടി നമുക്ക് ഈ കേസിൽ, മേലത്തെ കേസിൽ രണ്ട് അണ്ണോൺ വരുന്ന സമയത്ത് സോൾവ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ കേസിൽ നമ്മൾ താഴത്തെ ഇക്വേഷൻസ് നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം. ഡി ഐ ഡിവൈഡ് ബൈ ഡി നോട്ട് ഇസ് ഈക്വൽ ടു 0.577. സോ ഫ്രം ദിസ് ഡി ഐ ഇസ് ഈക്വൽ ടു 0.577 ഇൻറ്റു 100. 100 ഇസ് ഡി നോട്ട് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് എന്ത് കിട്ടി? ഡി ഐ കിട്ടിയില്ലേ. അപ്പോൾ ഡി നോട്ട് കിട്ടി, ഡി ഐ കിട്ടി. ഇനി നമ്മൾ മേലത്തെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് you will get n dash is equal to 9.923. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഈവൻ നമ്പർ നമ്മൾ ചൂസ് ചെയ്യാം. സോ n dash is equal to 10. അപ്പോൾ 10 എന്ന് പറയുമ്പോൾ അത്രയും പേര് എന്ത് ചെയ്യുന്നുണ്ട്? കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഓക്കെ. സോ ഹിയർ വി ക്യാൻ റൈറ്റ് n dash is equal to n1 plus n2 minus 1, where n1 is equal to number of discs on the driving side and n2 means number of discs on the driven side. So n1 plus n2 is equal to 11 കിട്ടി. അപ്പോൾ 11 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഡിസ്ക്. അപ്പോൾ അത് കിട്ടി. ഇതിൻ്റെ ക്ലാമ്പിംഗ് ഫോഴ്സ്, ക്ലാമ്പിംഗ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്നാ FAW യൂണിഫോം വയറിൻ്റെ കേസിൽ ഡാറ്റ ബുക്ക് പേജ് നമ്പർ 258 13.9 ഇക്വേഷൻ നമ്പർ A 1/2 ഇൻറ്റു പൈ ഇൻറ്റു പി മാക്സ് ഇൻറ്റു ഡി ഐ ഇൻറ്റു ഡി നോട്ട് മൈനസ് ഡി ഐ. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. 1/2 ഇൻറ്റു പൈ ഇൻറ്റു 0.5 ഇൻറ്റു 57.7 ഇൻറ്റു 100 മൈനസ് 57.7 ഇസ് ഈക്വൽ ടു 1.91 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ. ഇതാണ് നമ്മുടെ ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. ഓക്കെ. ഇനി അടുത്ത വേറൊരു പ്രോബ്ലം നോക്കാം. ഡിറ്റർമിൻ ദി മാക്സിമം, മിനിമം ആൻഡ് ആവറേജ് പ്രഷർ ഇൻ എ ക്ലച്ച് പ്ലേറ്റ് when the axial force is 4 kN തന്നിട്ടുണ്ട്. The inside radius of the contact surface is 50 mm and outside radius 100 mm. ഓക്കെ. അസ്യൂം യൂണിഫോം വെയർ. അപ്പോൾ പി മാക്സ്, പി മിനിമം, പി ആവറേജ് കാണണം. യൂണിഫോം വെയർ ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ ക്ലച്ച്. അപ്പോൾ ക്ലച്ചിൻ്റെ കേസിൽ നമുക്കറിയാം യൂണിഫോം വെയർ കണ്ടീഷൻ വരുന്ന സമയത്ത് പി മാക്സ് ഇവിടെയാണ്. ഇത് ഇൻസൈഡ് ഡയമീറ്റർ, ഔട്ട്സൈഡ് ഡയമീറ്റർ. ഓക്കെ. അപ്പോൾ ഇൻസൈഡ് ഡയമീറ്ററിൻ്റെ അടുത്തായിട്ടാണ് പി മാക്സ് വരിക. ഇവിടുത്തെ പോകുന്നവരും മുകളിലേക്ക് പോകുന്നവരും പി മിനിമം ആയിരിക്കും വരിക. ഇവിടെ പി മിനിമം, ഇവിടേക്ക് പി മാക്സിമം. അതേപോലെ ഇവിടെ പി മാക്സിമം, ഇവിടെ പി മിനിമം. ഓക്കെ. അപ്പോൾ എന്താ ഇക്വേഷൻ? മാക്സിമം പ്രഷറിൻ്റെ FAW is equal to 1/2 into പൈ into പി മാക്സ് into ഡി ഐ into ഡി നോട്ട് മൈനസ് ഡി ഐ. ഓക്കെ. ഡാറ്റ ബുക്ക് പേജ് നമ്പർ 250. ഡാറ്റ ബുക്ക് പേജ് നമ്പർ 1/2 into പൈ into പി മാക്സ്. നോക്കട്ടെ.
DA data book page number 258, equation number 13.9. Data book 258. Okay, equation number 13.9D. Substitute ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പി മാക്സ് ഇസ് ഈക്വൽ ടു 0.2547 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ കിട്ടും. ഇനി അടുത്ത് മിനിമം പ്രഷർ. ഓക്കെ, ഈ മിനിമം പ്രഷർ കണ്ടുപിടിക്കണമെങ്കിൽ ഇതേ ഇക്വേഷൻ തന്നെ, പക്ഷേ ഇവിടുത്തെ ഒരു മാറ്റം, ഈ ഡി ഐക്ക് പകരം നമ്മൾ ഡി നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബാക്കിയെല്ലാം സെയിം ആണ്. 1/2 പൈ ഇൻറ്റു പി മാക്സ് ഇൻറ്റു ഡി നോട്ട് മൈനസ് ഡി ഐ. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് ഈ ഇക്വേഷൻസ് ഡാറ്റ ബുക്കിൽ കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.1273 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ കിട്ടും. ഡി നോട്ടിൻ്റെ കാര്യം 200 ഇൻറ്റു 200 മൈനസ് 100. സോ 100 ഇൻറ്റു 200 ഇസ് ഈക്വൽ ടു 20,000 ഇൻറ്റു പി മിനിമം ഇൻറ്റു പൈ ഇൻറ്റു 1/2. അപ്പോൾ ഇവിടെ 0.2547 കിട്ടി, ഇവിടെ 0.1273 കിട്ടി. ഓക്കെ, ഇനി ആവറേജ് പ്രഷർ ആണ്. നമ്മുടെ ഇവിടെ പേരിക്കും ഇതും നമ്മൾ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 എന്ന് എടുക്കാമെന്ന് വിചാരിക്കാം. പക്ഷേ ശരിയല്ല, അങ്ങനെ എടുക്കാൻ പാടില്ല. അതിന് വേറൊരു ഇക്വേഷൻ ഉണ്ട്. PAV is equal to FAW divided by pi/4 into D naught square minus DI square. This equation you have to by heart it. ഡാറ്റ ബുക്കിൽ കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യാം. PAV ആവറേജ് പ്രഷർ is equal to FAW നമുക്കറിയാം pi/4 into D naught square minus DI square. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ 0.1698 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. സോ അതിന് റൗണ്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് 0.17 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. ഇങ്ങനെയാണ് മാക്സിമം പ്രഷർ, മിനിമം പ്രഷർ, ആവറേജ് പ്രഷർ കണ്ടുപിടിക്കുന്നത്.